ക്രൈം ഒരു അന്തർധാരയായിട്ട് എൻ്റെ കഥകളിൽ വരുന്നുണ്ട്. കാര്യം എൻ്റെ ഒരു ധാർമ്മിക വശമാണ് സത്യത്തിൽ. ഉദാഹരണത്തിന് 2 കാര്യം പറയാം. ഒന്ന്, ഞാൻ എഴുതിയ സ്കാവഞ്ചർ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്. സ്കാവഞ്ചർ എന്ന് പറഞ്ഞൊരു നോവൽ ഒരു എസ്ഐയുടെ വധത്തിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. പക്ഷെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ, ഇന്ന് നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് പോലും ഇത്രയും പുരോഗമനപരമാണ് കേരളമെന്ന് പറയുന്ന പോലും ഇപ്പോഴും നമ്മുടെ ശമ്പള കമ്മീഷൻ സാധനങ്ങളിലും എല്ലാത്തിലും ഉള്ള ഒരു പോസ്റ്റിൻ്റെ പേരാണ് സ്കാവഞ്ചർ. അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൃത്തിയാക്കൽക്കാരൻ എന്നൊന്നും ആരും നമ്മൾ പറയത്തില്ല. നമ്മളെന്ത് പറയും? തോട്ടി എന്നേ പറയത്തുള്ളൂ. അവർക്ക് കുട്ടികളുണ്ട്, മക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാം ഉണ്ട്. പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറയുന്ന സാധനങ്ങളെ മാറ്റി സിവിൽ പോലീസ് ഓഫീസർ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാക്കുമ്പോൾ പോലും ഇതിലേക്ക് എന്തുകൊണ്ട് നമ്മളിത് മാറ്റാനായിട്ട് തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ അത്തരത്തിലുള്ള ചില ശ്രേണികളിലുള്ള ഇത് വേണം എന്ന് ഈ ഉപരിവർഗത്തിലുള്ള ചില ആൾക്കാർ ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന് പോലീസിലാണെങ്കിൽ ഈ ക്യാമ്പ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ഈ കാലഹരണപ്പെട്ട ഒബ്സലീറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഈ ടിൻ മേക്കർ, ടിന്നൊക്കെ ഇതായിട്ട് പോയി ഇത് വരിയുന്ന ആൾ ഏതാ, മറ്റേ കട്ടിൽ വരിയുന്ന ആൾ ഏതാ, ഇതിൻ്റെ അകത്ത് കട്ടിൽ കോബ്ലർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ തസ്തികകൾ സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ചെയ്യുന്നത്? ഈ ക്യാമ്പ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള അടിമപ്പണികളാണ്. അപ്പോൾ ഈ അടിമപ്പണി എന്ന് പറയുന്നൊരു സമ്പ്രദായത്തിനെതിരായിട്ട് നമ്മൾ ഒരു സംഗതി ഞാൻ എഴുതുക എന്ന് പറയുന്നത് അടിമപ്പണിക്കെതിരെ സാധനം എഴുതുക എന്നുള്ളതാണ്. ഈ മാറ്റം ഉണ്ടാവണമെന്നുള്ള ഒരു വികാരത്തിലാണ് നമ്മൾ സ്കാവഞ്ചർ എന്ന് പറഞ്ഞ് എഴുതുന്നത്. ബാക്കി നമ്മൾ അതിനുള്ള പ്ലോട്ട് നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനും ഒരു സൂ അടുത്തടുത്താണ്. കേരളത്തിൽ ഇതുപോലെ ഒരു ഇതുള്ളൊരു സാധനം. അപ്പം നമ്മൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിനെ നമുക്ക് യൂസ് ചെയ്യണം. നമുക്ക് അതിനുള്ള പ്ലോട്ട് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യണം. ഇനി ഞാനീ പറഞ്ഞ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രപ്രസ്താവന മാത്രമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ സാധനം. ഇതിനെ എങ്ങനെ ഒരു റീഡബിൾ മെറ്റീരിയൽ ആക്കിയിട്ട് ഇതിനെ ഈ ഇപ്പോഴും നമ്മുടെ നിലവിലിരിക്കുന്ന അടിമാവസ്ഥയെ ഉൾക്കൊള്ളാനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്നുള്ളതാണ്. അതിന് എടുക്കാൻ പറ്റിയ ഒരു ഓണർ ഇതിനാണ്. എൻ്റെ റൈറ്റിംഗ് രീതികളും ഈ സാധനങ്ങളും അങ്ങനെയാണ്. അപ്പോൾ ഞാനതൊരു പ്രധാനപ്പെട്ട സാഹിത്യ ശാഖയുടെ അനുബന്ധമായിക്കൊണ്ടാണ് ഇതിനെ ഉപയോഗിക്കുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ലോകമെമ്പാടും വളരെ നല്ല അപസർപ്പക കൃതികളായിട്ട് വരുന്ന പല സംഗതികളിലും ഇപ്പം ഈ ക്രമം വരുന്നുണ്ട്.